മ്യൂസിക് പ്രൊഡ്യൂസർ കമ്പോസർ ഹാറ്റ് സ്മിത്ത് ആണ് ദ ക്യൂ അഭിമുഖത്തിൽ. ഇതാണ് ഏറ്റവും ഫേവറേറ്റ് ഈ ട്രാക്കില്. വെറുതെ ആ ഒരു ഭയങ്കര ബേസിക് ഇതും ഇടയ്ക്ക് കൊടുക്കണം ആൾക്കാരെ ഹുക്കിപ്പിക്കാൻ. ഇതൊരു ചെറിയൊരു വിദ്യാസാഗർ സ്വഭാവം ഉണ്ട് ഇതിന്. അതിന് മുകളില് ഒരൊറ്റ സാധനം കൂടി കാണിച്ചു. ഞാനിങ്ങനെ ഈ പോർഷൻ നല്ല മെലഡിക്, മറ്റേ വിദ്യാസാഗറിന്റെ മെലഡികളൊക്കെ മറ്റേ ഭയങ്കര ഹുക്കിംഗ് ആയിട്ടുള്ള സിമ്പിൾ സാധനങ്ങളായിരിക്കും. അപ്പൊ നീ മറന്നോ പോയൊരു അതുപോലെയൊക്കെ ഓർത്ത് വെക്കാൻ പറഞ്ഞ നല്ലൊരു സാധനം വേണം. നീ മറന്നോ പോയൊരു നാൾ തീരില പോലെ നാലൊരു പേർ പള്ളിയിലൊത്ത് ചേർന്ന് അതൊക്കെ പോകും സോള്. മണ്ണിലേരം വരളുമ്പോ കിരണങ്ങൾ കണ്ണിൽ നീറുമ്പോ താങ്ങാവാ തണലാവാ പച്ചത്തുള്ളൻ മിലിമുട്ട ഇലപ്പനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്നു മകളെ. ഇങ്ങനെ കേൾക്കാൻ വലിയ രസമില്ലാത്തോണ്ടാണ് ഇങ്ങനെ ആക്കിയത്. അത് ക്ലീൻ വോയിസ് ഇല്ലേ ചെടിയേ എന്ന് പറയുമ്പോ ഒരു എന്തോ ഇല്ലായ്മ വിവരിക്കണം. എന്തോ ഇത് ഏതോ കാലഘട്ടത്തെ ഏതോ പോയിട്രി തന്നെയാണത്. എടുത്ത അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടത്ത് വേണ്ടത്. ഇതന്ന് പോട്ടെ 60കളിൽ പോട്ടെ. ഞാൻ ചുമ്മാ കാലത്ത് ഈ അതിമനോഹരും വാനില ചെടി രണ്ടിൻ്റെയും മറ്റേ യൂട്യൂബ് വ്യൂ എടുത്ത് നോക്കിയപ്പോൾ 6.8 മില്യൺ വാനില ചെടി, മറ്റേത് 1.1 crore. അതാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വോട്ട് ബി പ്രൊഡക്ഷൻ ഹൗസാണ്. നിങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. ഇവിടെ ജാമിങ് സെഷൻ നടക്കുന്ന സ്പേസാണ്, എല്ലാമാണ്. ഇവിടെ നിന്നാണോ ഈ പറഞ്ഞ വണ്ടിനത്തേടും ആവട്ടെ വാനില ചെടി ആവട്ടെ അതിമനോഹരം എല്ലാം കമ്പോസ് ചെയ്യുന്നത് വോട്ട് ബിയിൽ വെച്ചിട്ടാണോ അതോ വീട്ടിൽ വെച്ചിട്ടാണോ റിമോട്ടായിട്ടാണോ എങ്ങനെയാണ്? അതിമനോഹരം ഇവിടെ നിന്നു. അതിന്ന് ഇത് ഈ ലുക്ക് ഇതുപോലെ ആയിരുന്നില്ല, പഴയ സ്റ്റുഡിയോ ആയിരുന്നു. കോൺക്രീറ്റ് ഒക്കെ പണ്ടത്തെ ചൂടത്തിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാട്ടാ അത് അതിമനോഹരം. ഞാനും തേജസ്സും ജാം ചെയ്ത് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും വരുന്നില്ല എന്നുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പെട്ടെന്ന് സാധനം വന്നു. അത് മൃദുലപ്രദല്ല മതിക്കും മധുര, അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. പാട്ടുണ്ടാക്കിയതൊക്കെ ഇവിടെ ആയിരുന്നു. വണ്ടിനത്തേടും വേറെ സ്ഥലം, ഓരോന്നും ഓരോരോ സ്ഥലങ്ങളിൽ തന്നെയാണ്. ഇങ്ങനെ ഞാനൊരു ട്രാവലിംഗ് മ്യൂസീഷ്യനാണ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാറില്ല. പക്ഷേ വോട്ട് ബി സ്റ്റുഡിയോസ് ആയിട്ട് ജാമായിട്ടും പിന്നെ ഇവിടുത്തെ സൗഹൃദ ബന്ധങ്ങളും മിക്സൊക്കെ വെക്കിയത് ഇവിടെ തന്നെയാണ്. എന്തായാലും എൻ്റെ സെഷൻ ഇത് ഇവിടെ കൂടി സഞ്ചരിക്കും. ആരായിട്ട് ആദ്യം ഷെയർ ചെയ്യാനൊക്കെ ഒരു ഐഡിയ കിട്ടുമ്പോൾ ഫസ്റ്റ് ഗോ ടു ആരോടൊക്കെ? ഏത് കാലഘട്ടത്തിൽ? ഇപ്പോഴാണോ പണ്ട്? ഈ രണ്ട് പാട്ടും കമ്പയർ ചെയ്താൽ വാഴ 1 and 2 പാട്ട് കമ്പയർ? അല്ല, ഭയങ്കര സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് എനിക്ക് ഐഡിയ ഷെയർ ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടാറില്ല. ഇപ്രാവശ്യം ആനില ചെടി എന്നുള്ള ഐഡിയ എത്രതിന് മുമ്പ് ഞാൻ വിഷ്ണു ദാസി പിന്നെ ദിൽറുവിനൊക്കെ ആ സമയത്ത് ഭയങ്കര ഐഡിയ ജാം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കും, ഈ ടൈപ്പ് ഓഫ് ഐഡിയ കണക്റ്റ് ആവുന്നുണ്ടോ ഓ ഇല്ല. അതല്ലാത്ത പക്ഷെ പണ്ടൊക്കെ ടെലിഗ്രാമിൽ കുറച്ചൊക്കെ അയച്ചു കൊടുക്കും. വിശാൽ, CJJ, ദാസി, വിവേക് ലിയോ ഇവർക്കൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും ട്രാക്ക്. അഭിരാമൻ, തേജസ് ഇവർക്കൊക്കെ ഇങ്ങനെ അയച്ചെടുത്തിട്ട് ഡോൺ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് പറ അങ്ങനെയുണ്ട് എന്താ അവസ്ഥ. രഹന കോളേജ് ടൈമിൽ രഹനയായിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും ഉണ്ട് ചുറ്റുപാടത്ത്. ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെയാവും കേട്ടോ, ഈ മ്യൂസിക്കിൻ്റെ കേസിൽ ഞാൻ ഇൻട്രോവേർട്ടാവും. ഞാൻ അങ്ങനെ ഓവർ ഷെയർ ചെയ്യാറില്ല. അങ്ങനെ വേണ്ട. അത് ചിലപ്പോൾ എനിക്ക് തോന്നും ഇത് സാധനം ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ സജഷൻ കാരണം എൻ്റെ ക്രിയേറ്റിവിറ്റി നിന്ന് പോകാൻ സാധ്യത ഉണ്ടാവും എന്നൊക്കെ ഒരു നേരത്തെ ഒരു സൈറ്റൊക്കെ അടിച്ച് വേണ്ട ഇതാ ഒരു പോയിന്റ് ആയിട്ട് കേൾപ്പിക്കാം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ലാതെയും എക്സൈറ്റ്മെൻറ്റ് അപ്പം തന്നെ കേൾപ്പിക്കലുണ്ടാവാറുണ്ട്. സിനിമയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ വാഴയാണ് ഏറ്റവും പുതിയ സെൻസേഷൻ ആയതുകൊണ്ടും വാഴ 1, 2 ഇതിലേക്ക് ഹാറ്റ് സ്മിത്ത് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും? ഞാൻ വണ്ടിനത്തേടും അത് തന്നെ വണ്ടിനത്തേടും ആണ് എല്ലാ ബ്രാഞ്ചും ഓപ്പൺ. വാഴ 1ലേക്ക് വണ്ടിനത്തേടും കേട്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വണ്ടിനത്തേടും നീ എന്താ ചെയ്തേക്കണത്? അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, നീ അത് തന്നെ ചെയ്താൽ മതി. ആ സ്വഭാവം പിടിച്ചോ. അതായിരുന്നു ഫീഡ്.
പിന്നെ ഒരു വൺ സൈഡ് ലവ് ആണ്. കോമഡി പാട്ടാന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് അതിമനോഹരൊക്കെ കോമഡി പാട്ടാണ്. അവർക്ക് എന്തോ എനിക്ക് തോന്നുന്നു ഓൾറെഡി അവരുടെ പാറ്റേൺ എന്താ വെച്ചാൽ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് പാട്ട് സീക്ക് ചെയ്യുന്നത്. അവർ പടത്തിന് മുമ്പായിട്ട് പാട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നേരത്തെ ചൂസ് വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ എൻ്റെ പാട്ട് വെക്കാമെന്ന്. വിഷ്വല് കണ്ടിട്ടാണോ കമ്പോസ് ചെയ്തത്? വിഷ്വലും കാണിച്ചിരുന്നില്ല എനിക്ക്. വിഷ്വൽ നീ കാണണ്ടെന്ന് പറഞ്ഞു. നീ ഒന്നും ക്യൂ എടുക്കണ്ട, നീ ആകെ ചെയ്യേണ്ടത് ഇതാണ് സിറ്റുവേഷൻ, നമുക്ക് പിള്ളേരുടെ കാലഘട്ടമാണ്, കൊച്ചു പിള്ളേരുടെ പാട്ടാണ്, സില്ലി ആയിരിക്കണം പാട്ട്, കോമഡി ആയിരിക്കണം പാട്ട്. കോമഡി ആയിരിക്കണം എന്ന് പറഞ്ഞത് അതിമനോഹരം കോമഡിയാണ്. ആ സെൻസിലാണ് ഞാൻ ബ്രെയിൻ ഓൺ ആയിരുന്നത് ആ സമയത്ത്. ഈ സില്ലി ആയിട്ട് കാര്യങ്ങളെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഈ പായല് മതിലിനോട് സംസാരിക്കണം, വാ ട്രിപ്പി സില്ലി ആയിട്ട് തന്നെ തുടങ്ങിയത്. പിന്നെ ചെയ്ത് ഞാൻ ഡെപ്ത് ഒന്നാണ്. ടൂലാണെങ്കിലോ, വാഴ ടൂലേക്കാണെങ്കിലോ? ടൂല് കുറച്ചുകൂടി ഇൻസൈറ്റ് തന്നു വാണിലെ കാണുള്ളൂ. ഞാൻ വിപിൻചേട്ടൻ ക്യൂൻ ഇൻ്റർവ്യൂവിനെ പറഞ്ഞു തന്നു. വാനിലച്ചെടി എനിക്കത് തന്നപ്പോൾ സ്റ്റാർട്ടിങ് എൻഡ് കണക്ഷൻ വേണം, ഇതൊരു ക്ലൈമാക്സിലെ ഒരു ലാസ്റ്റ് ഷൂട്ട് ചെയ്ത സാധനങ്ങളായിരുന്നു ഇത് ഇതിനൊരു വിഷ്വലൊന്നും ഇല്ല വാനിലച്ചെടിക്ക്. ഇവർക്ക് നേരത്തെ അറിയില്ല പാട്ട് ഒന്നാമത് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഓടിച്ചു വിടുന്ന ഹാഷിൻ്റെ ചെറുപ്പകാലം, ആ സമയത്ത് വരുന്ന വന്നാൽ കൊള്ളാം വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള സോണിൽ ആണ് എൻ്റെ പാട്ട് കിട്ടുന്നത്. അപ്പോഴാണ് ഇവർ റീതിങ്ക് ചെയ്ത് ഇവർ ക്ലൈമാക്സിലേക്ക് വേണ്ടി വെച്ച വിഷ്വൽസൊക്കെയാണ് ആദ്യം അവർ ലീക്ക് ചെയ്തത്. അപ്പോൾ എനിക്കന്ന് തന്നൊരു ഇൻപുട്ട് ഈ സിനിമയിൽ ബ്രദർഹുഡ് ഉണ്ട്, മദർഹുഡ് ഉണ്ട്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എല്ലാം ഉണ്ട്. ലവ് ഭയങ്കര മ്യൂച്വലായിട്ട് കാണാൻ പറ്റും ഈ പടത്തിൽ. ഇൻ കേസ് ഓഫ് വാഴ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡഡ് അല്ല. സിജു സണ്ണിയുടെ വൺ സൈഡ് കുറെ വൺ സൈഡഡ് പരിപാടികളാണ് വാഴയിൽ. അച്ഛൻ മോന് വൺ സൈഡഡ് ലവ് തന്നെയാണ് അതിമനോഹരം. പാട്ടിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇതാ ഇവിടെ നിന്ന് പറയണത് മ്യൂച്വലാണ്, ബന്ധം മ്യൂച്വലാണ്. അപ്പോൾ തുടക്കം ആദ്യത്തെ പ്രപ്പോസൽ ഇതായിരുന്നു ഐഡിയയുടെ. വാനിലച്ചെടി എന്നുള്ള പാട്ട് വെച്ച് പടം തുടങ്ങുന്നു, പടം എൻഡ് ചെയ്യുന്നത് വാനിലച്ചെടിയിലോ അതിൻ്റെ എന്തൊരു സ്വഭാവത്തിലോ എൻഡ് ചെയ്യണമെന്നായിരുന്നു. എനിക്ക് ആദ്യം സാഡ് സോങ് എനിക്ക് തന്നത്, ഞാൻ പക്ഷേ അറ്റംപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ഒബ്വിയസ്ലി പാർവതീഷ് തന്നെയാണ് ഈ സ്കേപ്പിന് അടിപൊളി. കാരണം മകനയിൽ എത്ര ആ സ്കേപ്പിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല, വേണ്ടെന്നുള്ള സാധനം ആയിരുന്നു. നമ്മളൊക്കെ എല്ലാവരും പിന്നെ ഒരുമിച്ച് വോട്ട് ചെയ്തു, പാർവതീഷിനെ തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ വാനിലച്ചെടി ആ ഒരു വേൾഡിലെ മ്യൂച്വൽ ലവ് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ടാണത്. അതായത് ഇൻപുട്ട് അതിനനുസരിച്ച് ചെയ്തു തോന്നുന്നു. ഈ രണ്ട് പാട്ടിലാണെങ്കിലും ഇപ്പോൾ അതിമനോഹരാണെങ്കിലും വാനിലച്ചെടി ആയാലും കുട്ടികളുടെ ഫോം ഓഫ് എക്സ്പ്രഷൻ ആണല്ലോ. അതായത് നമ്മൾ കേട്ട ആക്ച്വലി ഫീൽ ചെയ്യുന്നത് കുട്ടികൾ എഴുതി, കുട്ടികൾ കമ്പോസ് ചെയ്ത്, കുട്ടികൾ പാടി, കുട്ടികൾ ഫുൾ POV കുട്ടികളുടെയാണ്. ഇതെങ്ങനെയാ പോസിബിൾ ആക്കുന്നത്? ഈ 19 വയസ്സുള്ള ഹാരി സ്മിത്ത് കുട്ടികളിലേക്ക് ഇറങ്ങി വരിക പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ കുട്ടി വളർന്നിട്ടില്ല, എപ്പോഴും കുട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഈ സൊസൈറ്റിയിലെ മാസ്കുകളാണ് നമ്മൾ വളർന്നു എന്ന് നമ്മൾ തന്നെ കബളിപ്പിക്കപ്പെടുന്നത്. നമ്മൾ വളർന്നിട്ടൊന്നുമില്ല ഇരിക്കും പറഞ്ഞാൽ പറ്റിയ നമ്മളിപ്പോൾ എപ്പോഴും ആരും ജഡ്ജിയിലേക്ക് കളിപ്പാട്ടം പോയി വാങ്ങിക്കും. ഇപ്പോൾ മറ്റേ തൂങ്ങി കിടക്കുന്ന വാൾട്ടർമേക്ക് ഇങ്ങനെയൊക്കെ പൊക്കി നോക്കുമ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ ഇപ്പോഴും ഡ്രാക്കുളയൊക്കെ ഓടുന്നുണ്ട് വാൾട്ടർമേൽ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ കുട്ടിയുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ റിലേറ്റബിൾ ആണോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ചൈൽഡ്ഹുഡ് ചെറിഷ് ചെയ്യുന്ന, ഇപ്പോഴും കുട്ടിയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ആർട്ടിലും അതുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കുറേ എക്സ്പ്രഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയോ ടാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ ടാപ്പ് ചെയ്ത് വരുമ്പോൾ ഇന്നർ ചൈൽഡ് തന്നെയാണ് കൂടുതലും ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് പുറത്തു വരുന്നത്. ഈ ഇത് മാത്രം നോക്കണ്ട, ഇപ്പോൾ അതിമനോഹരം വാനിലച്ചെടി പോട്ടെ, നിങ്ങൾക്ക് എൻ്റെ നോട്ട്സ് ഓഫ് ഹിപ്പ് ഹോപ്പ് എന്ന ആൽബത്തിലെ കുറേ ട്രാക്കുള്ളൂ. ഈ എൻ്റെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ് കിട്ടും. അങ്ങനെ എൻ്റെ പല പല ഏജ്. വാനിലച്ചെടിയിലേക്ക് വരുമ്പോൾ മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ അതിമനോഹരം സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്കുണ്ട്. അത് രണ്ടിൻ്റെ കേസിൽ ഇപ്പോൾ പടമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ വാഴ 1 അപ്രോച്ച് ചെയ്തിട്ട് അവർ 2 വരുമ്പോൾ അത് ബീറ്റ് ചെയ്യണം. സ്വന്തമായി സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക് ബീറ്റ്. ഇപ്പോൾ പാർവതീഷിൻ്റെ ഇപ്പോൾ മകനെ ആയിരുന്നു അതിൽ ഒരു ക്ലൈമാക്സ് ഇതിലേക്ക് വരുമ്പോൾ കൂടെ പിറന്നവർ അത് ബീറ്റ് ചെയ്യണം. രജത്തിനെ സംബന്ധിച്ചും ഇതേ ഈ BTL പരിപാടി ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നില്ല. അത് ഭയങ്കര പ്രഷർ പോയിന്റിൽ അല്ലേ വർക്ക് ചെയ്യുന്നൊരു സംഭവം അല്ലേ? എനിക്ക് 2 വർഷം അത് സംഭവിച്ചു. ഇപ്പോൾ അതിമനോഹരം ടൈമിൽ വണ്ടിരത്തേടാണ് പറഞ്ഞത്. വണ്ടിരത്തേട് എനിക്ക് തോന്നുന്നു പേഴ്സണലി ഞാൻ ഈ അടുത്ത 2 വർഷത്തിൽ ഏറ്റവും വലിയ ഹിറ്റ് ശരിക്കും എനിക്ക് സംഭവിച്ച വണ്ടിരത്തേട് തന്നെയാണ്. സ്റ്റിൽ ഇപ്പോഴും വേറെ എക്സ്റ്റേണൽ സപ്പോർട്ടൊന്നും ഇല്ലോ. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം എന്തോ 5000 പേര്, ഒരു ദിവസം കൂടെ 5000 പേര് റിലീസ് ചെയ്തു. അങ്ങനെ ഒരു 130,000 സംതിങ് റീൽസൊക്കെ സംഭവിച്ച
സിനിമയുടെ ബാക്കപ്പും ഇല്ല, ഒന്നുമില്ലാതെ സംഭവിച്ചതിൻ്റെയും ആൾക്കാർ അത്ര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര സില്ലി ആയിട്ട് ഭയങ്കര ബ്രെയിൻലെസ് ആയിട്ട് വരുന്ന സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെന്തോ ആണ്, മാജിക്കലാണ് സാധനം. ആ ട്രാൻസ്ലേഷൻ സംഭവിച്ചാണ്. അപ്പോൾ ഇത് എന്നെ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. ഇത് എന്തായിരിക്കും ആ സമയം ചിന്തിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും. അപ്പോൾ അതിമനോഹരത്തിൽ അത് കിട്ടുന്ന എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ ആ സാട്ട് സംഭവിച്ചപ്പോൾ പിന്നെ ഇത് തുടങ്ങുമ്പോൾ മനസ്സിലാവും, അതിനെ മലർത്തിയടിച്ചു, ഉറപ്പ്, കുഴപ്പമില്ല. അത് രണ്ടാമത് വാനലച്ചെടി ആയ സമയത്താണെങ്കിലും വാനലച്ചെടി സംഭവിച്ചപ്പോൾ ഏകദേശം എന്തോ അടുത്തുകണ സാധനം വന്നു എന്ന് അറിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള 2 പാട്ടുകളുടെ അപ്രോച്ച്, എല്ലാ പാട്ടും ഒന്നല്ല, അങ്ങനെ ഒന്നിനെ ബീറ്റ് ചെയ്ത പരിപാടിയൊന്നും ഇല്ല. എൻ്റെ വരുന്ന കുറേ കുഞ്ഞുങ്ങൾ, അതിന് ഓരോരുത്തരും ഓരോരോ സ്വഭാവങ്ങളുണ്ടാവും. അപ്പോൾ ഈ കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. അതാണ് അൾട്ടിമേറ്റ്ലി എനിക്കിപ്പോൾ കിട്ടുന്ന ലെസൺ. എൻ്റെ അടുത്ത പാട്ട് വേറെ ടൈപ്പ് ആയിരിക്കും, അത് വേറെ എനിക്കെന്നെ കോമ്പറ്റീഷൻ ആവില്ല എൻ്റെ പാട്ട്. അത് ഒറ്റയ്ക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് എന്നുള്ളൂ, അടിപൊളിയായിട്ട്. സൗണ്ട് സ്കേപ്പിൽ ട്രീറ്റ് ചെയ്യാമെന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, ഒരു ഫോം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഇപ്പോൾ BTS നമ്മൾ ഒരു പാട്ടിൻ്റെ സ്റ്റുഡിയോ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ലിറിക്കും ഒരു കമ്പോസിഷനും മാത്രമല്ല, ഇതിന്ന് പല ലെയറിൽ പല രീതിയിൽ അപ്രോച്ച് ചെയ്യണം. അതൊരു മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ളൊരു കോംപ്രിഹെൻസീവ് എക്സ്പീരിയൻസ് ഉള്ള ആ ഐഡിയക്കൊക്കെ വരുന്നതിലും അതിൽ പണിയെടുക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് മാത്രമല്ല പ്രോഗ്രാമർക്കും ഭയങ്കര പണിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നില്ല. ഞാൻ തന്നെയാണ് എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത്. എനിക്ക് വേൾഡ് ബിൽഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, എക്സ്പ്രഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെയാണല്ലോ സോങ് മേക്കിംഗ് ഒക്കെ. അപ്പോൾ ഒരു പാട്ടിൽ നമുക്കൊരു പെയിനാണ് അറിയിക്കണമെങ്കിൽ ആ പെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൗണ്ടുകൾ ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും. ഇതൊക്കെ ആയിരിക്കാം ആ മൈൻഡ് സെറ്റ്, സോൺ ഓഫ് തിങ്കിങ്. അപ്പോൾ ഈ സൗണ്ടുകൾ ചൂസ് ചെയ്യുമ്പോഴും ഒരു ഐഡിയ ഇടുമ്പോഴും, അപ്പോൾ ഈ നേരത്തെ വാനലച്ചെടിയുടെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഭയങ്കര ഇറഗുലാരിറ്റീസ് ത്രൂ ഔട്ട് പ്രൊഡക്ഷനിലുള്ളൊരു സോങ്ങാണിത്. അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് എ കൈൻഡ് ആയിരിക്കും. ഇതിൻ്റെ ലേയേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊഡക്റ്റ് വരുന്നത് അതുകൊണ്ടാണത്. ഇപ്പോൾ ചെറിയ സൗണ്ടിൽ നിന്ന് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു റെട്രോ സൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ഇത്ര വലിയ സൗണ്ടിലേക്ക് വരും, പിന്നെ ഒതുങ്ങും. അതുപോലെ ഗിറ്റാർസ് ഞാൻ പറഞ്ഞ പോലെ മറ്റേ എന്നുവെച്ചാൽ ഒരു അബ്രപ്റ്റ് ആയ ഒരു ഫ്രീക്വൻസി കൊടുക്കുന്നു, പിന്നെ എന്തൊരു സമാധാനം കൊടുക്കുന്നു, പിന്നെ അബ്രപ്റ്റ് ആക്കുന്നു, പിന്നെ സമാധാനം കൊടുക്കുന്നു. ഇതാണ് ആ പാട്ടിൽ ത്രൂ ഔട്ട് പ്രൊഡക്ഷനിലെ എല്ലാ എലമെൻറ്റുകളും നടക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഈ ഡോപ്പമിൻ കൊടുക്കാൻ, ഡോപ്പമിൻ വേണം, കിട്ടി, വേണം കിട്ടി. അപ്പോൾ അതാണ് അത് ഓരോ പാട്ടിൽ ഈ പാട്ടിന് അപ്രോച്ച് ചെയ്തായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതാണ് ഇതിൻ്റെ അപ്രോച്ച്. അടുത്ത പാട്ടിന് വേറെ അപ്രോച്ച് ഉണ്ടാവും, എല്ലാത്തിലും ഈ സാധനം ഉണ്ടാവും. ഈ പാട്ടിൻ്റെ മെയിൻ ഒരു ഫോൾട്ടും അൺകൺവെൻഷൻ ആയിട്ട് ഈ പാട്ട് കിടക്കുന്നത്, ഇതുവരെ ഇങ്ങനത്തെ ഒരു പാട്ടുണ്ടാവില്ല. ചില സൗണ്ടിൽ കേട്ടോ, മറ്റേ ഭയങ്കര ക്രിസ്പിയായിട്ട്, അത് ഹെഡ്ഫോണിൽ ഭയങ്കര ചെവിക്ക് ഭയങ്കര സുഖം കിട്ടും. നമുക്ക് എപ്പോഴും ഒരു റീകോൾ വേണം എന്ന് വെച്ചാൽ ഈ പാട്ട് ത്രൂ ഔട്ട് മറ്റേ അടഞ്ഞ ശബ്ദങ്ങളുള്ള പാട്ടാണ്. ഇപ്പം എൻ്റെ ശബ്ദമാണെങ്കിൽ അടഞ്ഞ് പറ്റത്തുള്ള അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര ഹൈസ് ഒക്കെ തരുന്ന, നല്ല സുഖം തരുന്ന ഫ്രീക്വൻസീസ് വരുമ്പോൾ അത് ഭയങ്കര ബ്രെയിനെ കാം ചെയ്യും. മെലഡി ഭയങ്കര സിമ്പിളാണ്. ഒരു ഭയങ്കര ആന കമ്പോസിഷൻ അല്ല അത്. പക്ഷെ ആ സിമ്പിൾ സാധനത്തിനെ കോംപ്ലിക്കേറ്റഡ് ആക്കണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് വരണം. ഇപ്പോൾ വാനലച്ചെടി ഒരേപോലത്തെ വോക്കൽ ഹുക്ക് 3 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട് ഈ പാട്ടിൽ. ആ 3 പ്രാവശ്യം ഒരേ വോക്കൽ ഉണ്ടെന്നെങ്കിൽ ആൾക്കാർക്ക് ഫെറ്റിക് ആവും. അപ്പോൾ പക്ഷെ അതുകൊണ്ട് ആദ്യത്തേൽ ഞാൻ എൻ്റെ വോക്കൽ ചിപ്പ് പോലെ ആക്കി ട്രീറ്റ് ചെയ്താക്കി, രണ്ടാമത്തിൽ നീളായി കൊണ്ട് പഠിച്ചു, മൂന്നാമത്തിൽ എല്ലാവരും കോറസായിട്ട് പാടുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഗിവ് ബാക്ക് ഉണ്ട്, പക്ഷെ ഓരോ വർഷം ഗിവ് ബാക്കും ഓരോ രീതിയിലാണ്. നല്ലൊരു സാമ്പിളിനെ നശിപ്പിച്ച് ഡൗൺ സാമ്പിൾ ചെയ്ത് പഴയ പോലെ ആക്കാൻ ക്വാളിറ്റി കുറയ്ക്കേണ്ടത്. കുറച്ച് നമ്മൾ ക്വാളിറ്റി കുറയണം എന്നുള്ള നിർബന്ധം. ഈ ക്വാളിറ്റി കുറയണം നിർബന്ധം ഭയങ്കര ബാധിക്കും ലിസ്ണിങ്ങിനെ. ക്വാളിറ്റി കുറഞ്ഞൊരു എലമെന്റ് അപ്പുറം തന്നെ ഈ ഹെഡ്ഫോണിലേക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റിൽ നിന്നൊക്കെ ക്വാളിറ്റി കൂടിയ എലമെന്റ്. ഇത് ഒരു മിക്സിംഗ് എഞ്ചിനീയറും നല്ല വേർത്തുണ്ട്. എന്നും നിന്നെ വന്ന് പഞ്ചവർണ്ണ കിളി നീ. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ വായിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ആയി. കാലം കുത്തനെ നീങ്ങുന്നു ആൾക്കാർ ഇതാണ് ആഗ്രഹിക്കുന്നത്. പാട്ട് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു ഈസി ലിസണിങ്. ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാം, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാം. അതല്ല മൂവി ജോണേഴ്സിലോ ഒന്നിലും അക്സെപ്റ്റഡ്. ഈ എഴുത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് പാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് കൊളാബറേഷൻ അല്ലെങ്കിൽ
മാർവലസ് കൊളാബറേഷൻ എന്നൊക്കെ പറയുന്ന സാധനമല്ല, ലിറിസിസ്റ്റ് കമ്പോസർ കൊളാബറേഷൻ. പക്ഷെ ഇത് ഇപ്പോൾ നിങ്ങളുടെ പാട്ടുകൾ നോക്കുന്ന സമയത്ത് ഇത് ഒറ്റ പ്രൊഡക്റ്റ് ആയിട്ടാണല്ലോ ഡെലിവർ ചെയ്യുന്നത്. ലിറിക്ക്, കമ്പോസിഷൻ, പ്രൊഡക്ഷൻ എല്ലാം കൂടെ ഒരു കോംപ്രഹെൻസീവായി ചെയ്ത് ഒറ്റ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് ഡെലിവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സീനിൻ്റെ നമുക്ക് ഇപ്പോൾ ലിറിക്സ് എഴുതുക എന്നുള്ളൊരു അവസ്ഥ എന്നും കൂടെ വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഒരു പുറത്തുനിന്നൊരു ലിറിസിസ്റ്റിനെ ഹയർ ചെയ്ത് ഫിനാൻഷ്യലി ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കില്ല. പക്ഷെ സിനിമയിലേക്ക് വന്നാൽ കുറച്ചുകൂടെ വയബിൾ ആണല്ലോ, കുറച്ചുകൂടെ ഫിനാൻഷ്യലി വയബിൾ ആണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ? നമ്മൾ തന്നെ ലിറിക്ക് എഴുതാം, മൊത്തത്തിൽ നമ്മൾ തന്നെ അതിൽ ഒരു വൺ മാൻ ആർമി എന്നുള്ള രീതിയിൽ. ടഫ്. ഞാൻ പണ്ട് എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ റിക്സ് എഴുതുന്നത് ധന്യ ചേച്ചിയാണ്, ധന്യ സുരേഷ് മേനോൻ. ഒരു അസാധ്യ റിക്സ് റൈറ്ററാണ്. എനിക്ക് എൻ്റെ ഞാൻ ഏകലവ്യനെ പോലെ പുള്ളിക്കാരിനെ ഒബ്സർവ് ചെയ്ത് കുറേ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. പുള്ളിക്കാരി എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്യും, അങ്ങനെ കുറേ ഡൗട്ട് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അമിതമായ ഡൗട്ട് വയ്ക്കും, ക്യൂരിയോസിറ്റി കൂടുതലായിട്ട്. അപ്പോൾ ധന്യ ചേച്ചി അത്യാവശ്യം എൻ്റെ ഐഡിയാസ് കുറേ ട്രാൻസ്ലേറ്റ് ചെയ്യണം. പക്ഷേ ധന്യ ചേച്ചി എന്നെ ചില പാട്ടുകൾ ഞാൻ അപ്രോച്ചുകൾ പറയുമ്പോൾ ധന്യ ചേച്ചി എന്നെ പറയും, ഇതെൻ്റെ പരിപാടിയല്ല. എല്ലാ വ്യക്തികൾക്കും അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ഇത്രയും വലിയൊരു സെറ്റ് ഉണ്ടാവും. കൊളാബറേറ്റ് ചെയ്യുമ്പോൾ വേറൊരു സെറ്റും ഈ രണ്ട് സെറ്റിൻ്റെ ഒരു ക്രോസ് ഓവറിലാണല്ലോ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചേച്ചിക്ക് ഈ സൈഡ് കുറേ ഉണ്ട്, എൻ്റെ ഈ സൈഡ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിലുള്ള ആ സെറ്റിൻ്റെ പുറത്തുള്ള സാധനങ്ങളിൽ നിന്ന് എത്തുമ്പോൾ ഭയങ്കര ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതല്ലാതെ എനിക്ക് എൻ്റെ സോണിൽ വീഴാത്തെയാണ് സ്റ്റിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് വർക്ക് ചെയ്ത കുറേ സൈഡ് എനിക്ക് കുറേ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് ഞാനെന്തോ ആഗ്രഹിക്കണോ ഇത് കിട്ടുന്നില്ല. പിന്നെ കുറേ കളക്ഷൻസ് പരിപാടി കഴിഞ്ഞിട്ട് എന്തിലാവട്ടെ ഇതിപ്പോൾ തന്നെ നിർത്തിയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ സിനിമയിലേക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇടപെടൽ പരിപാടിയൊക്കെ വരുമായിരുന്നു തുടക്ക കാലഘട്ടത്തിൽ. പണ്ട് ഞാൻ തന്നെ എഴുതാൻ തുടങ്ങിയത് വണ്ടിരത്തോടാണ് ആദ്യം എഴുതിയത്. ഫസ്റ്റ് ലിറിക്സ് അത് മറ്റേ അതിൻ്റെ കഥ ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ അഖിലേഷിൻ്റെ സൈഡിൽ നിന്ന്. അഖിലേഷ് ഇരിക്കെ വെറുതെ ആ സ്പോട്ട് ഓൺ എഴുതി പോയതാണ്. അതും ഞാൻ പറഞ്ഞില്ല ബാലരമ വായിക്കായിരുന്നു. എനിക്ക് മലയാളം നോളജ്, ഞാൻ ഡൽഹി ബോൺ കിഡാണ്. എൻ്റെ മലയാള അറിവ് ബാലരമയും കളിക്കുടിക്കയും ഡൈജസ്റ്റും ഇതൊക്കെ തന്നെ ഉള്ളൂ, അമർചിത്രത. അപ്പോൾ അതുകൊണ്ട് വലിയ മാരക വാക്കുകളൊന്നുമില്ല. ഞാൻ ഭയങ്കര എൻ്റെ അടുത്ത് ഇങ്ങനെ വിപിൻ ചേട്ടനൊക്കെ പറയാറുണ്ട്, അയ്യോ എവിടെ എന്തൊക്കെ ഇത്ര വലിയ വാക്കുകൾ, പച്ചത്തുള്ള മീലിമുട്ട. അപ്പോൾ പച്ചത്തുള്ള മീലിമുട്ട ഇത് എനിക്ക് കൺസെപ്റ്റ് ഉണ്ട്, ഇത് ഭീകര കൺസെപ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സിമ്പിളാക്കലാണ് ഞാൻ ചെയ്യുന്നത്. അത് മനസ്സിലാവുന്നതാണ് എൻ്റെ പ്ലസ് പോയിന്റും. കമ്പോസ് ചെയ്യാനിരിക്കുമ്പോൾ ഈ അഖിലേഷ് ചേട്ടനും ബാക്കി സിംഗേഴ്സ് ഒക്കെ ഇരിക്കുന്ന സമയത്താണോ ആ പാട്ടാണ് എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീർത്തൊരു 3 മണിക്കൂർ കൊണ്ട് ആ പാട്ട് കംപ്ലീറ്റ്. ഇപ്പോൾ കേൾക്കുന്ന പ്രൊഡക്റ്റ് 3 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കി, ഫ്രം സ്ക്രാച്ച് ടു ഫൈനൽ. അതിമനോഹരം പെട്ടെന്ന് കമ്പോസ് ആയതാണ്. പക്ഷെ അതിനകത്ത് കുറേ വർക്കുകളൊന്നും പിന്നീട് ഇങ്ങനെ അതിൻ്റെ പിള്ളേരെ കുറച്ചൊന്നും ഇത് വണ്ടിരൊന്നും ചെയ്തില്ല. അന്ന് അഖിലേഷിനോട് പഠിച്ച തന്നെ അച്ഛ ഫൈനലിറക്കി. പിന്നീട് രഹനയുടെ അന്ന് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് രഹനയാണ് കൊണ്ട് വോക്കലെടുപ്പിച്ച് മറ്റേ വാട്സാപ്പിലെ ഓഡിയോ വെച്ച് പണിയെടുക്കാൻ നിന്നില്ല. രഹന അവളെ സ്റ്റുഡിയോ കൊണ്ടുവരുന്നു, ഇത് മതി, ഇത് ഈ പാട്ടിന് ഇതാണ് വേണ്ടത്. അങ്ങനെയൊക്കെ ഭയങ്കര മറ്റേ റിസ്കി ആയിട്ട് എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഏതോ പോയിന്റിൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എഴുതിയാൽ എന്താ കുഴപ്പം, രസമുണ്ടല്ലോ, കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്, ഭയങ്കര എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. വൊക്കാബുലറിയോ ഇപ്പോൾ ഈ ഡൽഹി ബോൺ കിഡിന് മലയാളം അത്ര എളുപ്പമല്ലല്ലോ, പക്ഷെ ആ ഫ്ലോയിനെ ബാധിക്കുമല്ലോ. നമ്മുടെ മലയാളം വൊക്കാബുലറി നല്ലതല്ലെങ്കിൽ ലിറിക്സിനെ അത് ബാധിക്കുമല്ലോ. അത് മാനേജ് ചെയ്ത പോലെ അത് ഡീൽ ചെയ്യാൻ എങ്ങനെ? കുറെ സിനോണിംസുകളൊക്കെ നോക്കും ഇങ്ങനെ എപ്പോഴും കറങ്ങി തിരിഞ്ഞ്. ചിലപ്പോൾ ഒരേ വാക്കുകളിൽ ചെന്നെത്താതെ വാക്കുകളിലൊക്കെ ആയിരിക്കുമല്ലോ എനിക്ക് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും. ഈ കോൺസെപ്റ്റ് സെന്റൻസ് ആയിട്ട് ഇപ്പോൾ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയാൻ എനിക്കറിയാം വാക്കാൽ. അപ്പോൾ ലിറിക്സ് റൈറ്റിങ്ങും അതുപോലെ തന്നെയാണ്. എനിക്കൊരു ഐഡിയ ഉണ്ട്, അതിനെ എഴുതിയെത്തിക്കുക. ഈ എഴുതിയെത്തിക്കലും ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. വണ്ടിനെ തേടുന്ന ഒരു പൂവിൻ മുട്ടാണ് ഞാൻ. അതായത് വണ്ടിനെയാണ് ഞാൻ തേടുന്നത്, ഞാൻ പൂവിൻ മുട്ടാണ്, ഞാൻ വിരിഞ്ഞിട്ടില്ല. അത് ഇങ്ങനെയൊക്കെ ഇരിക്കും. കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിളായിരിക്കും. അതിൽ ഈ ഇപ്പം ഞാൻ മറ്റേ മാലച്ചെടിയിൽ പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേനോ അകല് അത് ഞാൻ തപ്പും. നിഘണ്ടുകളോ ChatGPT എല്ലായിടത്തും ഞാൻ ചോദിക്കും, ഇങ്ങനെ വാക്കുകൾ കിട്ടോ, കോൺസെപ്റ്റ് എൻ്റെ എഴുതുണ്ടാവും. ഒരു ചെടീനെ നശിപ്പിക്കുന്ന പ്രാണികൾ എന്തൊക്കെയാണ്, പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേൻ. അപ്പോൾ പിന്നെ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കും. ഇവിടെ ഒരു നിഘണ്ടുണ്ടെന്ന്, അതിനകത്ത് അന്ന് കിട്ടിയ വാക്കാണ് മയ്യലിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ മയ്യൽ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം ഒരു വാക്കിനകത്ത്. എൻ്റെ ഇടയ്ക്കൊക്കെ കൺസൾട്ട് ചെയ്യാറുണ്ട് കേട്ടോ തന്നെ ചേച്ചിനെ. എപ്പോഴും തന്നെ ചേച്ചിനെ ഇടയ്ക്ക് വിളിക്കും, ചേച്ചി ഞാൻ ഇങ്ങനെ സെൻറ്റൻസ് ചെയ്തില്ല, ഇതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ? ഈ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ചിലപ്പോൾ മലയാളം കൊണ്ട്.
അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയും, എടാ ഇത് സാധാരണക്കാർ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു അർത്ഥവും വരാം, ഇങ്ങനെ ഒരു അർത്ഥവും വരാം, ചിലപ്പോൾ ബോണസായിട്ട് വീഴും, അത് കൊള്ളാം, രണ്ടർത്ഥം വരട്ടെ, ഓക്കെ. ചിലപ്പോൾ പറയും ഇങ്ങനെ അർത്ഥം വരാം, അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് ഇത് തന്നെ വേണം അർത്ഥം, ഈ അർത്ഥം വരാൻ പാടില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആൾക്കാർക്ക് മനസ്സിലാവണം. അപ്പോൾ ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക അങ്ങനെ. പിന്നെ എൻ്റെ ഭയങ്കര സിമ്പിൾ എഴുത്തുണ്ട് കേട്ടോ, അങ്ങനെ ഈ പുറത്ത് ഇംഗ്ലീഷ് ട്രാക്കുകളിൽ സംസാരിക്കുന്ന പോലെ എഴുതുമല്ലോ ഞാൻ അത് ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ആൽബത്തിൽ കേൾക്കാതിരിക്കാവുന്നൊരു പാട്ടുണ്ട്, അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റിൽ ശരിക്കും സംസാരിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ നിന്റെ താളത്തിൽ തുള്ളുന്ന പാവയല്ല ഞാൻ, ഇനിയെല്ലാം അനുസരിക്കാൻ നിന്റെ നായയല്ല, അങ്ങനെ എനിക്ക് ഭയങ്കര സിമ്പിൾ സംസാരിക്കുന്ന ലാംഗ്വേജ് തന്നെ. പലവട്ടം ഞാനിത് എഴുതി കുറിക്കാൻ നോക്കി, പക്ഷേ എൻ്റെ മഷിക്കുള്ളിൽ ഇത് വന്നതില്ല, കാരണം എന്താണാവോ, ഇങ്ങനെ സംസാരം പോലെ അത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. എഴുത്തിഷ്ടമാണ്. ഞാൻ ഈ 3 പാട്ടും കണക്ട് ചെയ്തിട്ട് ഒരു മെമ്മറി ചോദിക്കാം. ജസ്റ്റ് ആദ്യം ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത് പറയാം. ഇപ്പോൾ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വണ്ടിനെ തേടും എങ്ങനെയായിരിക്കും? കേരളത്തിൽ നിൽക്കാം എന്ന് തീരുമാനിച്ചു. അതിന് മുമ്പ് ഞാൻ നാടുവിടണം. ഓഫ്, മലയാളികൾ സപ്പോർട്ടും ചെയ്യണ്ടല്ലോ. അതാണ് ശേഷം മനസ്സിലായി ഈ നാട്ടിൽ എന്തോ ഉണ്ട് ചെയ്യാൻ. ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിമനോഹരം. സിനിമാ ഫോബിയ കുറച്ച് കുറഞ്ഞു. കുറഞ്ഞു. എനിക്ക് പാസ്റ്റിൽ ഞാൻ കുറേ കന്നഡ പടങ്ങളും കുറേ പടങ്ങളിൽ ഇങ്ങനെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ലാതെ മൂവി ഫോബിയ ഒന്നും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ഫ്രീഡത്തിൽ കൈയെടുത്തുന്ന ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും പറ്റില്ല എനിക്കത്, ഞാനല്ലാതെ. പക്ഷേ വാഴ അത് മാറ്റി തെളിയിച്ചു. അങ്ങനെ നല്ല നല്ല കുറേ ഇഷ്ടംപോലെ ടീമുകളുണ്ട് ഇവിടെ, ഒരു ക്രിയേറ്റീവ് ഫ്രീഡം നൽകുന്നതും പുതിയ സാധനങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശേഷം ഞാൻ അതിന് ഭയങ്കര ഓപ്പണായി. അതിനുശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ വാനിലച്ചെടി. ആഫ്റ്ററിലാണല്ലോ ഇപ്പോൾ. ഞാൻ ബിഫോർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എൻ്റെ കോമ്പറ്റീഷൻ ഞാനല്ല. അങ്ങനെ എനിക്ക് എന്നെ കോമ്പറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു ആസ്വദിച്ച് ചെയ്യുന്നു. എനിക്ക് വേണ്ടി എന്നെ സന്തോഷിപ്പിക്കാം മാക്സിമം. ഇതാണ് സംഭവം. എനിക്ക് എന്നെ പ്രഷർ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ള എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിപ്പോൾ ശരിക്കും ഇന്നാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ ഇപ്പോൾ സംസാരിക്കാണ്ടിൽ കിട്ടിയ സാധനമാണത് നേരത്തെ പറഞ്ഞത്. അതാണ് ആഫ്റ്റർ വാനിലച്ചെടി. വിപിൻ ചേട്ടൻ്റെ ഇപ്പോൾ ഒരു മാൻ ബിഹൈൻഡ് ഈ വാഴ ഒരു സിനിമാറ്റിക് വേൾഡ് ആണല്ലോ വിപിൻ ദാസ്. മ്യൂസിക്കിലും ഒരുപാട് ഈ പറഞ്ഞ പോലെ കൊളാബറേഷൻ. പുള്ളിയുടെ ഒരു മ്യൂസിക് സെൻസ് എന്താ ശരിക്കും? നിങ്ങൾക്ക് ഇടയിൽ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി? എനിക്ക് നല്ല ലിസ്ണിങ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടൻ സൗണ്ട് ക്ലൗഡിലൊക്കെ പോയി ആർട്ടിസ്റ്റിലൊക്കെ തപ്പിപ്പിടിച്ച് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കൊക്കെ കേൾക്കുന്നൊരു കൈൻഡ് ഓഫ് ഡയറക്ടറാണ് ആള്. റാക്സ് റെഡിൻ്റും നൊമാഡിക് വോയിസിനെയൊക്കെ ഇപ്പോൾ വാഴ മണ്ണിലുള്ള പാട്ടൊക്കെ ഉണ്ട്. മറ്റേ പണ്ടെങ്ങാണ്ടോ ആരോ വാഴട്ടെ, ഈ പാട്ടൊക്കെ 4 വർഷം മുമ്പ് ആള് കണ്ടെത്തിയതാണ്. സൗണ്ട് ക്ലൗഡിൽ ഇറങ്ങിയൊരു ട്രാക്ക് അത്. അല്ലെങ്കിൽ ഇവർ ഇറക്കാൻ പറ്റുന്ന ട്രാക്കുകളും കുറേ അൺറിലീസ് ട്രാക്കുകളാണ് ശരിക്കും വാഴ മണ്ണിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ പടത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത് കുറേ പാട്ടിൽ. ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ വാഴ മണ്ണിന് മുന്നേ കുറേ പാട്ടിൽ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം വാഴ മണ്ണിൽ നിങ്ങൾ കേൾക്കുന്ന കുറേ പാട്ടിലൊക്കെ ഓൾറെഡി പുള്ളിയുടെ ഒരു സ്പൈ വർക്കിൽ കണ്ടുപിടിച്ച സാധനങ്ങളാണ് കുറേയൊക്കെ. അപ്പോൾ അത് സിനിമയിലേക്ക് എടുത്തിട്ടു എന്നുള്ളൂ. അതെ. അപ്പോൾ അത് ഭയങ്കര നിസ്സാര പരിപാടിയല്ല, ഭയങ്കര സെൻസറാണ് അതിൽ. പിന്നെ ഒരു പാട്ട് പുള്ളിയാണ് ഫൈനൽ വോയിസ് ആ ടീമിൽ. പുള്ളി കേൾക്കും, ഇഷ്ടപ്പെടും. അങ്കിത്തിൻ്റെ അടുത്ത് പുള്ളി സജഷൻസ് ചോദിക്കും. എൻ്റെ കേസിൽ എന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടേക്കാം. എനിക്ക് ഏതെങ്കിലും ഈ ഫസ്റ്റ് വാഴ 1 ഈ കിഡ്സ് വോയിസിൻ്റെ സജഷൻ തന്നത് വിപിൻ ചേട്ടനാണ്. വിപിൻ ചേട്ടൻ പറഞ്ഞു, എടാ പിള്ളേരുടെ വോയിസ് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, പിള്ളേരുടെ വോയിസ് അങ്ങനെ ഉണ്ടാവും, നന്നായിരിക്കും. അത്ര ഉണ്ടായി. ഞാൻ അതൊന്നുമില്ല. പുള്ളി പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു നല്ല മ്യൂസിക് സെൻസ് ഒക്കെ ഉള്ളൊരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ നമുക്ക്, പാട്ടൊക്കെ സജസ്റ്റ് ചെയ്യുന്ന നല്ല പാട്ടിൽ. ആളെടുത്ത് പോയി ചോദിക്കാം, ഏതാണ് പുതിയ പാട്ടിൽ കേൾക്കുന്നത്? ഈ പാട്ടിലാണ്. കൊള്ളാം. നൈസ്. നമ്മളെക്കാളും കൂടുതൽ ലിസ്ണിംഗ് ഒക്കെ ഉള്ളൊരു വ്യക്തി. പുള്ളി ഒരു ഐഡിയ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അന്ന് നോക്കാം. എന്നിട്ട് അങ്ങനെയാണ് ഈ നിളയെ കിട്ടുന്നത്. അങ്ങനെ ആ കോറസിൽ നിന്ന് കിട്ടുന്നത്. നിള, ചിന്മയി, അങ്ങനെ കുറേ പേര് വന്നു. പീക്കിരി പിള്ളേർ. അതാണ് വിപിൻ പൊട്ടുകൾ. ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീനിൽ ഭയങ്കര ഇതുണ്ടല്ലോ. അതായത് ഇപ്പോൾ സിനിമ ഭയങ്കര കൺഫ്യൂസിങ്. അതായത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേക്സ് ഹൈ ആണ്,
പക്ഷെ അതുപോലെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഇടപെടലുണ്ടാവും, ഒരുപാട് ടൈം ലൈൻസ് മീറ്റ് ചെയ്യണം, ഒരുപാട് പേരുടെ കൊളാബറേഷൻസ് വേണ്ട ഒരു സംഗതിയാണ്. നേരെ ഇപ്പുറത്ത് തിരിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് സീനിൽ ഇപ്പം മലയാളത്തിൽ സർവൈവൽ ഭയങ്കര ഹാർഡാണ്, ഫിനാൻഷ്യൽ സ്റ്റേക്സ് ഭയങ്കര പ്രശ്നമാണ്, ഒരാളെ കൊളാബറേറ്റ് ചെയ്ത് വിളിക്കാൻ തന്നെ. എന്താണ് ശരിക്കും ഈ കോൺസെപ്റ്റിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്? ഏത് രീതിയിലായിരിക്കണം ഇൻഡിപെൻഡൻസ് സീന് മലയാളത്തിൽ ഗ്രോ ചെയ്യേണ്ടത്? ലേബിൾസ് കുറച്ചും കൂടി ആർട്ടിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നീങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഡെഫ് ജാം ആണെങ്കിലും അങ്ങനത്തെ കുറേ ലേബിൾസിൽ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ആക്സോമാനിയാക്കിനെയൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്, കുറേ ആർട്ടിസ്റ്റുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ലുക്സ് തൊട്ട് അവരുടെ ഫോട്ടോഷൂട്ട്സ് അവരെല്ലാ കാര്യത്തിലും ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ പൂർണ്ണമായും റിസ്ക് എടുത്ത് ലേബിൾസ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവർ പറയുന്നത് നമ്മൾ ഇത്ര പാട്ടുകൾ വാങ്ങിക്കാണ് പൈസ കൊടുത്തിട്ട് ഈ പാട്ടുകളുടെ റിട്ടേൺസ് കിട്ടാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾ പിടിക്കും, വലിയ ലാഭമില്ലാത്ത പോലത്തെ ഒരു ഇൻഡസ്ട്രി പോലെയാണ് ലേബിൾസ് ഈ ഇൻഡസ്ട്രീനെ കാണുന്നത്, അപ്പാർട്ട് ഫ്രം മൂവി. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നമ്മളൊരു ആർട്ടിസ്റ്റിനെ ബിൽഡ് ചെയ്ത് ആ ആർട്ടിസ്റ്റ് ഒരു 3 വർഷത്തെ കാലയളവിൽ ഒരു 20-25 പാട്ടുണ്ടാക്കി ആ 3 വർഷത്തിനുള്ളിൽ ആ ആർട്ടിസ്റ്റ് ബൂം ചെയ്ത് കഴിഞ്ഞാൽ 25 പാട്ടുകളുടെ കാറ്റലോഗാണ് ആ ലേബിൾ ഓൺ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഒരു മേജർ റോയൽറ്റി ലേബിൾ വെച്ചാലും ഒരു അത്യാവശ്യം റോയൽറ്റി ആർട്ടിസ്റ്റിന് കൊടുത്ത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഹെൽത്തി ആയിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ട് ഇവിടെ ലേബിളുകൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ. അത് അങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇനി അതെല്ലാം പൂർണ്ണമായി അൺസൈൻഡ് ഇൻഡിപെൻഡൻറ്റിനെ പറ്റിയാണ് പറയണമെങ്കിൽ അത് ഇൻഡിവിജ്വൽ സ്ട്രഗിൾ തന്നെയാണ്. അത് സ്വയമായി ഫിഗർ ഔട്ട് ചെയ്ത് ലേബൽ ഇല്ലാത്തൊരു അത് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളാണ്. ഞാൻ പൂർണ്ണമായും യൂട്യൂബ്, സ്പോട്ടിഫൈ എനിക്ക് അറിയുള്ളൂ. സ്പോട്ടിഫൈയും വളരെ റേറ്റ് ആയിട്ടാണ് ഞാൻ. സൗണ്ട് ക്ലൗഡ്, യൂട്യൂബ്, റിവർബ് നേഷൻ ഇതൊക്കെയാണ് സൈറ്റുകൾ. അവിടെ പോയി അപ്ലോഡ് ചെയ്യും. റിവർബ് നേഷനിലൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആൾക്കാർക്ക് വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് നമ്മുടെ പാട്ട് ബൈ ചെയ്യാം. അതിന് എത്രയോ $1.5 ഒരു ബൈ ചെയ്യുന്നതിന്. അന്നേരം എന്താ വെച്ചാൽ എത്രയോ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിലൊക്കെ. ഇത് ഞാൻ അങ്ങനെ എഴുതും, മറ്റേ അതിൻ്റെ എത്ര ശതമാനം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചാരിറ്റിക്കൊക്കെ പോകും, ക്യാൻസർ സൊസൈറ്റിക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചാരിറ്റബിൾ ആയിട്ടുള്ള പരിപാടികൾ. ഇൻഡിപെൻഡൻ്റിൽ കുറേ സിംഗിങ്, അതുപോലെ ഇൻഡിപെൻഡൻ്റിൽ തന്നെ അത്യാവശ്യം നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, നമ്മൾ നല്ല എഫോർട്ട് ഇടണം. ലേബൽ പരിപാടി പോലെ അല്ല അത്, സ്റ്റിൽ ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു സാധനം തന്നെയാണ്. പേഴ്സണലി എങ്ങനെയാണ് രണ്ടിലും ഒരു മിക്സ് ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു ഡിസിഷനാണ്? എനിക്ക് ഇൻഡിപെൻഡൻ്റിൽ കൂടുതൽ ശ്രദ്ധ കൽപ്പിക്കാൻ എനിക്ക് ഇഷ്ടം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. എനിക്ക് ഈ ക്യൂരിയോസിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇത് എനിക്ക് എന്നെ ആരെയോ ഇൻപുട്ടോ സഹായം ഇല്ലാതെ ഞാൻ എങ്ങനെ എന്നെ ബിൽഡ് ചെയ്യാതിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് എന്നുമുണ്ട്. യെറ്റ് എനിക്ക് അത്യാവശ്യം എൻ്റെ ഇപ്പം ലേബിൾ കൾച്ചറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ നല്ല കുറേ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ലേബിൾസും. ഇപ്പോൾ സൈനയൊക്കെ റൺ ചെയ്യുന്നത് ആഷിക്കൊക്കെ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ഇവരെടുക്കുന്ന ഡിസിഷൻസും ചോയ്സുകളും ഇതിനോടൊക്കെ കുറേ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ആ അസോസിയേഷനോട് താല്പര്യമുണ്ട്. എനിക്ക് എല്ലാം ചെയ്യാൻ താല്പര്യമുണ്ട്. അതന്നെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ പറ്റി. മൂവീസും താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഫോബിയ മാറി. അപ്പോൾ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. ഞാനുള്ള ക്രിയേറ്ററിനെ വിശ്വസിച്ച് വരുന്ന പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കി വരുന്ന പ്രൊജക്റ്റുകളൊക്കെ എന്നും എപ്പോഴും ഓപ്പണാണ്. പിന്നെ എൻ്റെ ഡോപ്പമിന് ഹിറ്റ് ആവണം ഒരു എന്ത് വർക്ക് ചെയ്യണമെങ്കിൽ. സിനിമയാണെങ്കിലോ സിനിമ എടുക്കലാണെങ്കിലോ ഫിലിം മേക്കിംഗ് താല്പര്യമുണ്ട്. ഞാൻ എന്താ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ആഗ്രഹമുണ്ട്. കുറച്ച് ഞാൻ എൻ്റെ തന്നെ ആൽബത്തിലെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഡയറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ. ഇപ്പോൾ ഒരു വർക്ക് വരുന്നുണ്ട്. ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് നിന്നിട്ടുള്ളൊരു വർക്ക് വരുന്നുണ്ട്. കണ്ണാ ഡാൻസ് എന്ന പേര്. കണ്ണാ ഡാൻസ് എന്നായിരിക്കില്ല, മ്യൂസിക് വീഡിയോ എല്ലാം പ്രോപ്പറായിട്ട് ഒരു നറേറ്റീവ് മ്യൂസിക് വീഡിയോ. പുതിയ സാധനം ആയിരിക്കും, കണ്ടോ? ഒരു എന്നെ സംപ്രവേശത്തിലൊക്കെ കാണാം. മലയാളി മങ്കീസും ഡക്കാൾട്ടിയും ഞാനുള്ളൊരു പ്രൊജക്റ്റ്. അത് കുറേ വെഞ്ചേഴ്സ് വരുന്നുണ്ട്. എല്ലാത്തിലും ക്രിയേറ്റീവാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വാനിലച്ചെടിയെ വാനോളം വളരെ, വാനിലച്ചെടിയെ വാനോളം വളരെ, വാ 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 വാ